യെസ് ഡയറക്ടർ തോമസ് ജോർജ് സ്പീക്കിംഗ്. സാറേ ഇത് ഞാനാ ജോസാ. താനായിരുന്നു. എന്താണോ സാറേ അത് പിന്നെ നമ്മുടെ പടം ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. മാറ്റി വെക്കാൻ അങ്ങോട്ട് ആരുടെ മാറ്റി വെക്കാൻ താനാണോ തീരുമാനിക്കുന്നത്? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണോ മാറ്റി വെക്കുന്നത്? മൂന്നാമത്തെ പ്രാവശ്യമല്ലേ? ഞാൻ വേണ്ട ഇതിനൊക്കെ സമാധാനം പറയാൻ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്രക്കാരൻ വിളിച്ചിട്ട് ചൊറിയുന്ന 100 ചോദ്യങ്ങളാണ് എന്നോട്. എങ്ങോട്ടൊക്കെയാ പോകുന്നത്, എന്നാ തുടങ്ങുന്നത്, എന്നാ ഇറങ്ങുന്നത്, ആരൊക്കെ അഭിനയിക്കുന്നത്. ഇനി കാത്തിരിക്കാൻ നടക്കില്ല. ഇത് മാറ്റി വെക്കുന്ന കാര്യം ഒരു കാരണവശാലും നടക്കില്ല. ഇടാ അസോസിയേഷൻകാരോട് പോവാൻ പറ. 17-ാം തീയതി പടത്തിന് പൂജ വെച്ചിരിക്കുന്നതല്ലേ? ആ ജോത്സ്യം കണ്ടുവച്ചിരിക്കുന്ന സമയല്ലേ? അത് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. ഒരു കാരണവശാലും ഈ പടത്തിന്റെ കാര്യത്തിൽ മറ്റൊരു നടപടി ഉണ്ടാവില്ല. ഹണീബിക്കാരോട് വേറെ ആർട്ടിസ്റ്റിനെ നോക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ ബാബുരാജ്? ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നല്ലോ. സെക്കൻഡ് പാർട്ടിലും കാണും. രാശിയാണല്ലോ. ഞാൻ സംസാരിക്കാനോ ലാലേട്ടനോടോ? എടോ പിന്നെ എന്താണോ തന്റെയൊക്കെ പണി? എന്തിനാ തന്നെയൊക്കെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ തീറ്റി പോറ്റുന്നേ? ഞാൻ തന്നെ ഈ പണിയൊക്കെ ചെയ്യാനാണെങ്കിൽ ഓക്കെ. ഈ ഹണീബിയുടെ ഷൂട്ടിങ്ങിന് എത്ര ദിവസം എടുക്കും? ഒരു മാസോ? ഒരു കാര്യം ചെയ്യും, ഹണീബി 2ന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാണ്. അതിനകത്തൊരു മാറ്റവും ഇല്ല. ഇത് ലാസ്റ്റ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഫൈനലാണ്. ഇനി നാളെ ഇനി ഒരു മാറ്റം ഉണ്ടാവരുത്. ഇത് 4ാമത്തെ ഫൈനലാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഒരു ഉത്തരവാദിത്വം ഇല്ലതേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. താനാരാ? നീ ഇങ്ങനെ അകത്ത് കയറിയേ? സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ അകത്തുവന്നേ. ആര്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല. ഡോറ് തുറന്നു വന്നിട്ട് ഇതില് ബാത്റൂമിൽ പോയി. ആര്? ഞാനോ? ഞാൻ ബാത്റൂമിൽ പോയിട്ട് തന്നെ ഒരാഴ്ചയായി. അയ്യോ സാർ സത്യമായിട്ട് എന്നെ ബാത്റൂമിലേക്ക് വിളിച്ചു. ഞാനോ? ഓക്കെ. വാട്ട്സ് മാറ്റർ? എന്തിനാ വന്നേ? സർ ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് കോഴ്സൊക്കെ പഠിച്ചിട്ട് വന്നതാ. അതിനിപ്പോ ഞാനെന്ന് വേണം? സർ സച്ചി സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറിന്റെ മൂവിയില് എന്തെങ്കിലും ഒരു ഡയലോഗുള്ള വേഷം പ്ലീസ് സർ. സച്ചി പറഞ്ഞിട്ട് വന്നല്ലേ? അതെ സർ. താരം കാര്യം ചെയ്യും സർ, ഒരു 2 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട്. അയ്യോ അത് പറ്റില്ല സർ, നമുക്ക് ഈ മാസം തന്നെ തുടങ്ങാൻ പറ്റൂ. താനാള് കൊള്ളാലോ. തനിക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ പടം ഈ മാസം തുടങ്ങണം. പ്ലീസ് സർ. Out. Get out. ഈ ഹണീബി 2ന്റെ ഷൂട്ടിങ്ങേ മട്ടാഞ്ചേരി നടക്കുന്നുണ്ട്. ഹണീബി ഷൂട്ട് ചെയ്ത അതേ വീട്ടിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. നേരെ അങ്ങോട്ടേക്ക് ചെല്ല്. അവിടെ ഒത്തിരി പുതുമുഖങ്ങൾ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങോട്ടേക്ക്. താങ്ക് യു സർ. ഹണീബി 2 ആശാനിപ്പടത്തിന്റെ കഥ മനസ്സിലായ? എനിക്ക് ഒന്നും അങ്ങോട്ട് കത്തണില്ല ചേട്ടാ. നിനക്ക് പന്തലൊന്നും കണ്ടിട്ട് കത്തിയില്ലടാ. ഇതൊരു മാരേജ് സ്റ്റോറിയാന്ന്. പക്ഷെ കല്യാണം നടക്കില്ലാട്ടാ. താലി കെട്ടുന്ന മൂവ്മെന്റില് പന്തലില് ബോംബ് വയ്ക്കും. ആര്? ഋഷിരാജ് സിംഗ്. ഋഷിരാജ് സിംഗ് ഉണ്ട് ഈ പടത്തില്? ഓ ഇവിടെ പോത്ത സാധാരണ സിനിമയിലാരാ ബോംബ് വയ്ക്കണത്? വില്ലൻ. അത് തന്നെ ബോംബ് വയ്ക്കുന്ന ഉറപ്പാ? ഇത്രയും വലിയ സെറ്റ് ഇട്ടേക്കുന്നത് പിന്നെ എന്തിനാടാ? ബോംബ് വയ്ക്കാനല്ലേ പടേ. അപ്പൊ ഭാവനയോ? ഭാവന ചാകാറാവും. അയ്യോ. പിന്നെ ആശുപത്രി ടെൻഷൻ, ആശുപത്രി ICU ആശുപത്രി. ആ സമയത്ത് ആസിഫ് അലി ബച്ചാൻ വന്ന് തലി കിട്ടും. അതാണ് ക്ലൈമാക്സ്. അവിടെ നിങ്ങളാണ് ക്യാമറ വെച്ചേക്കുന്നത്. ആ ആംഗിളിൽ നമ്മളെ കാണാനാണ് പ്രശ്നം. ഓ ടോപ്പ് ലൈറ്റ് അടിച്ചിട്ട് തല വെട്ടിപ്പൊളില്ല. നമുക്കൊരു ഡ്രീംസ് അടിച്ചാലോ? ഒന്ന് ഫീൽഡിൽ നിന്ന് മാറപ്പോ കട്ടർ സ്റ്റാൻഡാണ് പോട്ടെ.
ഒന്ന് നിർത്തി റോസ് എടുത്ത്. ആ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്താ പരിപാടി? ചാൻസ് ചോദിച്ചു വന്നാ സാർ, അകത്തേക്ക് കയറ്റി വിട്ടില്ല. എന്താ മോൻ്റെ പേര്? വിഷ്ണു. വിഷ്ണു. ഇത് ഓൾറെഡി തുടങ്ങിയ പടമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈവൻ ചായ കൊണ്ട് തന്നെ ആൾക്കാരെ വരെ. വിഷ്ണു ഒരു കാര്യം ചെയ്യും, ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോണ ഏതെങ്കിലും പടം ഉണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ഡയറക്ടർ പോയി കാണും. അവർക്കാവുമ്പോൾ വിഷ്ണുവിൻ്റെ രൂപത്തിനും കഴിവിനും ഒത്ത ഒരു ക്യാരക്ടർ തരാൻ പറ്റുമല്ലോ. താൻ വിഷമിക്കണ്ട, തനിക്ക് കഴിവുണ്ടെങ്കിൽ താൻ എത്തിപ്പെടും. ഓക്കെ? ശരി സാർ. എവിടെ വീട്? മണ്ണാർക്കാട്. ഇവിടെ നിന്ന് എങ്ങനെ പോണേ? ഒരു കാര്യം ചെയ്യ്, കയറ്, ഞാൻ വൈറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ ബസ് അത് വേണ്ട സാർ. അവിടുന്ന് ബസ് ഇട്ടൂടെ, താൻ കയറ്. അമീന പോയോ? അങ്കിൾ എന്താ വായിക്കുന്നേ? വായിക്കല്ല, പഠിക്കുക. നാളെ സെമസ്റ്റർ എക്സാം തുടങ്ങുക. ഞാൻ ബികോം സെക്കൻഡ് ഇയറാ. ചിരിക്കും, എല്ലാവരും ചിരിക്കും, ഞാനും. പക്ഷെ തോറ്റു കൊടുക്കില്ല ഞാൻ. ജയിക്കുന്നത് വരെ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം അല്ലേ? ചേച്ചി, ലൂക്കാച്ചാ, ആ ഗേറ്റ് ഒന്ന് തുറന്നേ. ആരാണ്? ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ ഷൂട്ടിംഗ് പാർട്ടിയാണോ? ഇത്ര നേരത്തെ വന്നാ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ? ചാൻസ് ചോദിച്ചു വന്നാണല്ലേ? എന്തായാലും നേരത്തെ വന്നത് നന്നായി, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരൻ ഇങ്ങോട്ട് കടത്തി വിടൂല. നല്ല ചിരിയാണ് കേട്ടാ. മോൻ വാ. ഇതിലൊക്കെ കയറി പറ്റാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാവേ. ഞാനും കുറച്ചാള് സീരിയലൊക്കെ അഭിനയിച്ചതാ. പക്ഷെ കിട്ടണതൊക്കെ വേലക്കാരി വേഷം. തുണിയലക്കല് മുറ്റവടി, മുറ്റവടി തുണിയലക്കല്. എന്നാ വല്ലതും കിട്ടുവോ? അതും ഇല്ല. പിന്നെന്തിനാ ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണത്? ജീവിതത്തിൽ തന്നെ ഈ വേഷം അങ്ങ് തുടരാന്ന് വിചാരിച്ച്. മോനിരിക്കേ. ശരി. മോനെ ഇങ്ങനൊന്ന് കളിച്ചു. ജയ് ഹനുമാനിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതാണ് ഒരു മുഖപരിചയം. ആ ലൂക്കാച്ചാ, സിനിമാക്കാര് വരുന്നതിന് മുമ്പ് പിട്ടൂനെ പിടിച്ച് കൂട്ടിലിട്. ഇവിടത്തെ പട്ടിയാ, സിനിമാക്കാരെ കണ്ടൂടാ, അപ്പൊ തുടങ്ങും കൊര.